ഹായ് ഫ്രണ്ട്സ്, കാനഡയിലെ വിശേഷങ്ങൾ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് റോൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മോൺട്രിയലിലെ ഒരു അതിമനോഹരമായ ബസിലിക്കയാണ്. ഈ ബസിലിക്കയുടെ പേരാണ് നോട്ടർ-ഡാം ബസിലിക്ക. ഇതൊരു ഫ്രഞ്ച് നെയിമാണ്. ഈ നെയിമിൻ്റെ മീനിങ് അവർ ലേഡി എന്നാണ്. ഇതൊരു മാതാവിൻ്റെ പള്ളിയാണ്. ഈ പള്ളിയിൽ കയറാൻ തന്നെ നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കിപ്പോൾ കാണാൻ കുറേ ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് അകത്തേക്ക് കയറാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് നമ്മൾ പുറത്ത് കണ്ട വലിയ ക്യൂ എന്ന്. ഈ ഇൻറ്റീരിയർ ബ്യൂട്ടി ആസ്വദിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ വരുന്നത്. ഇത് ശരിക്കും ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇവിടെ സർവീസസ് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. വീക്ക് ഡേയ്സിൽ ഇത് ഫുള്ളി ടൂറിസ്റ്റിന് വേണ്ടി ഓപ്പൺ ചെയ്ത് വെക്കും. ഇവിടെ ഈ പള്ളിയിൽ കയറണമെങ്കിൽ $10 ചാർജ്. 1824 ഈ പള്ളിയുടെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 250 പേര് 5 വർഷം പട്ടിയെ പോലെ ഡെയിലി പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് ഈ പള്ളി. 1829 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തീർന്നത്. അത് കഴിഞ്ഞ് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന പോലത്തെ ഒരു പള്ളി ഉണ്ടായത്. ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും 1929. ഇപ്പോൾ നമുക്ക് കാണാം 16 ഏഞ്ചൽസ് കയ്യിൽ പൂമാലയായിട്ട് നിൽക്കുന്നത്. ഇതിൻ്റെ സീലിങ്ങിൽ കാണുന്ന ഗോൾഡൻ സ്റ്റാർസ് ചുമ്മാ പെയിൻ്റ് അടിച്ച് വെച്ചേക്കുന്നതല്ല, പ്യുവർ ഗോൾഡാണ്. 24 കാരറ്റ് ഗോൾഡും കൊണ്ടാണ് ഈ സ്റ്റാർസ് ഉണ്ടാക്കിയത്. അങ്ങനെ 3000 സ്റ്റാർസ് ഉണ്ട് ഇതിൻ്റെ സീലിങ്ങിൽ. 1982 ഈ പള്ളിയെ മൈനർ ബസിലിക്കയാക്കിയത്. ഇതിൻ്റെ ആർക്കിടെക്ചറൽ ബ്യൂട്ടി കാരണമാണ് ഇതിന് മൈനർ ബസിലിക്ക പദവി കിട്ടിയത്. ഇനി നമുക്ക് അൽത്താര നോക്കാം. അൽത്താരിലെ ഏറ്റവും ടോപ്പിലായിട്ട് മേരീസ് കോർണേഷനാണ്. പിന്നെ ടോപ്പ് റൈറ്റിൽ നമുക്ക് ആരോണെ കാണാം. ടോപ്പ് ലെഫ്റ്റിൽ നമുക്ക് മോസസിനെ കാണാം. പിന്നെ ബോട്ടം റൈറ്റിൽ അബ്രഹാം സണ്ണിനെ ബലി കഴിക്കാൻ പോകുന്നത് കാണാം. ബോട്ടം ലെഫ്റ്റിൽ മെൽക്കിസദേക്കിനെ കാണാം. സെൻറ്ററിലായിട്ട് ക്രൂസിഫിക്കേഷൻ ഓഫ് ജീസസ് കാണാം. പിന്നെ ഏറ്റവും അടിയിലായിട്ട് നമുക്ക് ലാസ്റ്റ് സപ്പറും കാണാം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 3 പേര് സെൻറ്റ് പീറ്റർ, സെൻറ്റ് ജോൺ ആൻഡ് സെൻറ്റ് മാർക്കാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന 3 പേര് സെൻറ്റ് പോൾ, സെൻറ്റ് മാത്യു ആൻഡ് സെൻറ്റ് ലൂക്ക്. അൽത്താരയുടെ ബാക്കിലെ ആ ബ്ലൂ തീം ഇത് മാതാവിൻ്റെ പള്ളി ആയതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് പള്ളിയുടെ ടോപ്പ് ഫ്ലോറിലൊരു ഭയങ്കര സംഭവം കാണാം. അതാണ് ഇവിടുത്തെ ഓർഗൻ. ഇവിടെ പള്ളിയിൽ കുർബാന നടക്കുമ്പോൾ മാത്രമാണ് ആ ഓർഗൻ ഉപയോഗിക്കുന്നത്. ഈ ഓർഗൻ പ്ലേ ചെയ്യുമ്പോൾ വേറെ സ്പീക്കറൊന്നും വേണ്ട. ഈ ഓർഗനിൽ 7000-ഓളം പൈപ്പുകളുണ്ട്. ഈ ഓർഗൻ ഉണ്ടാക്കാനായിട്ട് 5 കൊല്ലം വേണ്ടി വന്നു ഇവർക്ക്. ഇനി നമുക്ക് ഈ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ കാണാം.
നമുക്ക് ഈ പള്ളിയുടെ റൈറ്റ് സൈഡിലെ കാഴ്ചകൾ കാണാം. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക, കൂടാതെ ഈ ചാനലിൽ സബ്സ്ക്രൈബും ചെയ്യുക.